നമസ്കരിച്ചതെന്ന് നിങ്ങൾ പറയും. സഹോദരങ്ങളെ, നിങ്ങൾ പറയും, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കണം. ഞാൻ പറയുന്നത് പോലെ 5 കാര്യങ്ങൾ പറയും. ആ 5 കാര്യങ്ങൾ അനുസരിച്ച് ഒരേ ഒരു വട്ടം നമസ്കരിച്ച് നോക്ക്. നിങ്ങൾ ഉറപ്പായിട്ടും ഇറങ്ങുമ്പോ പറയും, ഇന്നത്തെ നമസ്കാരത്തിന്റെ ഒരു പ്രതിഫലം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? എന്തായാലും പറയുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. സിറാജ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണമല്ലോ. എങ്ങനെ നമസ്കരിക്കണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒളുവെടുത്ത് പള്ളിയിൽ കയറി നമസ്കരിക്കാൻ, ഒളുവെടുത്ത് പള്ളിയിൽ കയറി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാമ് നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത്, നമസ്കരിക്കാൻ വേണ്ടി നീ മുസല്ലയിലേക്ക് കയറി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വരണം കേട്ടോ. 1400 കോടികൾക്കപ്പുറത്ത് ദൂരെ കിടക്കുന്ന കഅബാലയമുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? കഅബ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തു ചോദിച്ചാലും അല്ലാഹ് തരുമെന്ന് പറഞ്ഞ കഅബയുണ്ടല്ലോ. നമസ്കരിക്കാൻ വേണ്ടി മാണിക്കോട്ട് പള്ളിയുടെ മുസല്ലയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് സഫിൽ നിന്ന് കൈകെട്ടുമ്പോൾ നിന്റെ കണ്ണ് മുന്നിലേക്ക് പരിശുദ്ധമായ കഅബാലയം എന്ന് വരണം. ആ കഅബാലയം നിന്റെ കണ്ണ് മുന്നിലാണെന്ന ചിന്തയോടെ നീ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം ശരിയാകുമെന്ന് ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നു. നമസ്കരിക്കാൻ പള്ളിയിൽ കയറി കൈകെട്ടുമ്പോ ഒന്നാമത്തെ കാര്യം, നിന്റെ തൊട്ടു മുന്നിൽ കഅബാലയത്തെ നീ കാണണം. തൊട്ടു മുന്നിൽ കഅബാലയം, മുന്നിലെ ഇമാമിനെ കാണരുത്, നിന്റെ മുന്നിൽ കഅബാലയത്തെ കാണണം. രണ്ടാമതായിട്ട് ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാൽ കഅബാലയം നിന്റെ കണ്ണ് മുന്നിലാണെന്ന് കരുതി കഴിഞ്ഞിട്ട്, എന്റെ പൊന്നുമോനെ, നീ വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് മനുഷ്യനാണെന്ന് നീ കരുതരുത്. വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടല്ലോ, നീ ജീവിക്കുന്നത് തന്നെ ആ സ്വർഗത്തിൽ കടക്കാറല്ലേ. നിന്റെ വലത് ഭാഗത്ത് ആ സ്വർഗത്തെ നീ കാണണം. രണ്ടാമത് നീ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണം. അവിടെ കാണുന്നത് എന്തെന്നറിയുമോ? ആ ചൂടുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന ആ ഭയാനകമായ നരകമുണ്ടല്ലോ. ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ പേടിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന ആ നരകമുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് കാണേണ്ട നരകം. റബ്ബനാ അബ്സർനാ ഫർജിനാ. നാളെ നരകം നിന്റെ കണ്ണു മുന്നിൽ കാണുമ്പോ, അതിന്റെ ഭയാനകത കാണുമ്പോ, അല്ലാഹുവോടൊന്ന് മടക്കണേ എന്ന് വിളിച്ചു പറയുന്ന നരകമുണ്ടല്ലോ, ആ നരകം നിന്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നീ കരുതണം. അങ്ങനെ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം പവർഫുള്ളതാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ സ്വർഗം, ഇവിടെ പോരാ നീ ഉദ്ദേശിക്കുന്നേ. ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോ നരകം, അവിടെ പോകാൻ നീ ഭയപ്പെടുന്നു. മൂന്നാമത് നീ എവിടെയാ നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, നമസ്കരിക്കുമ്പോ മാണിക്കോത്ത് പള്ളിയുടെ സഫിലല്ല നീ നിൽക്കുന്നത്. ഒരു മുടിയെടുത്തിട്ട് അതിനെ 7ആയിട്ട് മുറിച്ചിട്ട് അതിലെ ഒരു കഷ്ണമെടുത്ത് വലിച്ചു കെട്ടിയിരിക്കുന്ന മീസാനിന് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, വാളിനെക്കാളും മൂർച്ചയുള്ള സിറാത്ത് എന്ന പാലമാണ് നിന്റെ കാലിന്റെ അടിയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ആ പാലത്തിന്റെ മുകളിലാണ് നീ നിന്ന് നമസ്കരിക്കുന്നത്. നിന്റെ ഒന്ന് കാല് വഴുതിയാൽ നരകത്തിലേക്കാണ് നീ വീഴുന്നത്. അങ്ങനെ നിന്ന് നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം ശരിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിൽക്കുന്നത് എവിടെ? സിറാത്ത് പാലത്തിന്റെ മുകളിൽ. നാലാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, നാലാമത് നീ നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ ചിന്തിക്കണം, നിന്റെ പുറകിൽ ഒരു മനുഷ്യൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്.
നിന്റെ പുറകിലൊരു മനുഷ്യൻ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? ഈ നമസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം വീട്ടി കഴിയുമ്പോൾ, 2 സലാമും വീട്ടി കഴിയുമ്പോ നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ നിന്റെ പുറകിൽ കാത്തു നിൽക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കണേ. നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്റായീൽ കൊണ്ടുപോകാൻ വേണ്ടി പുറകിൽ കാത്തു നിൽക്കുക. ഇങ്ങനെ നമസ്കരിക്കണം. അഞ്ചാമത് മഹാനായ റസൂലുള്ള പറഞ്ഞു തരുന്ന 5-ാമത്തെ കാര്യം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാ. നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാ. നിനക്ക് സമ്പത്ത് തന്ന റബ്ബ്, നിനക്ക് മക്കളെ തന്ന റബ്ബ്, നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബ്, നിനക്ക് അധികാരം തന്ന റബ്ബുണ്ടല്ലോ, സർവ്വതും തന്ന റബ്ബിന് അവസാനമായിട്ടാ നീ ആരാധിക്കുന്നത്. ഈ നമസ്കാരം കഴിഞ്ഞാ